ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. കുറച്ച് റെസിപ്പീസും അതുപോലെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പം വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങളെ കമൻറ്റുകളാണ് എനിക്ക് ഏറ്റവും പ്രധാനം. അപ്പോൾ തീർച്ചയായും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായി അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. നിങ്ങളെ ലൈക്ക് കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ എൻ്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം, ഋഷിക്ക് ഇപ്പം നാട്ടിലില്ല, ഋഷിക്ക് ഇപ്പം ജിദ്ദയിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കൂട്ടിന് എൻ്റെ ഉപ്പയാണ് ഉണ്ടാവല്. അപ്പോൾ ഉപ്പ ഇതാ രാവിലെ തന്നെ മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിലേക്കാണ് ഈ ഒരു ഭാഗത്തുനിന്ന് മഴവെള്ളം വീഴുമ്പോൾ ആവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊരു കവറൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പാക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നു ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ രാവിലെ എനിക്ക് ചിക്കൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കനൊക്കെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 സവാള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ട് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഉള്ളി വാട്ടോ ഒന്നും ചെയ്യലില്ല. ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ എന്നും കുക്ക് ചെയ്യൽ. അപ്പം ഉള്ളിയും ഇതൊക്കെ ആയൊരു ചിക്കനിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പൗഡറുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3 സ്പൂണോളം ടീസ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഉലുവയാണ്. ഇവിടെ ഉപ്പാക്കൊക്കെ ചിക്കൻ കറിയിൽ ഉലുവ ഇടുന്നതും ചിക്കൻ ആയാലും ബീഫായാലൊക്കെ ഉലുവ ഇടുന്നത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായി ഞെരടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ അധികവും ഇവിടെ ചിക്കനൊക്കെ കുക്ക് ചെയ്യാറ്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇത് ഗ്യാസിൽ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് കുക്കായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് എനിക്കിവിടെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത പൗഡറുകളുടെ ബോക്സുകളൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിയാനായിട്ടുണ്ട്. ഞാൻ ഓരോ ടൈമിനും അന്നേരം എടുക്കുന്ന പാത്രങ്ങൾ അന്നേരം തന്നെ കഴുകിക്കളയും. ഇതിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വെറുപ്പായിരിക്കും. കുറേ കഴുകാനുണ്ടാവും, ഇതൊക്കെ കാണുമ്പോൾ ഒരു വെറുപ്പായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കറി നന്നായി വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഞാൻ നേരത്തെ ഫുള്ളിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഉപ്പാൻ്റെ മുകളിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ കവറൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അലക്കിയതൊക്കെ ആറിയിടാൻ വേണ്ടിയിട്ട് ഒരു അയൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള പരിപാടിയിലാണ് മൂപ്പര്. അപ്പോൾ ഇവിടെ വന്നാൽ അടങ്ങിയിരിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ പണികൾ ഇതുപോലെ ഉണ്ടാവും ഉപ്പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്നില്ല. ഉപ്പ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അത് ഞങ്ങളെ വീട്ടിൽ നിന്നായാലും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു എന്തായാലും ഉപ്പാപ്പ അയലൊക്കെ കെട്ടുന്നുണ്ട്, ഞാൻ മെഷീൻ്റെ അകത്ത് രാവിലെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനിതാ ആവാത്ത രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവനിവിടെ ഉള്ളപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണികളൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ. ആൺകുട്ടികളായാലും എല്ലാം ചെയ്ത് പഠിക്കണ്ട. അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ പണികളൊക്കെ ഇതുപോലെ ചെയ്യിപ്പിക്കും. അപ്പോൾ ഉപ്പ അയലൊക്കെ കെട്ടി സെറ്റാക്കിയതുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മടിച്ച് നിൽക്കാണ്ട് അലക്കിയതൊക്കെ കൊണ്ടുപോയി അതിലൊന്ന് വിരിച്ചിട്ടു. അപ്പോൾ അതിലൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വേവൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി അവസാന ഘട്ടത്തിലുള്ള പരിപാടികളാണ്.
ഇതുപോലെ നല്ല നാടൻ വെളിച്ചെണ്ണ അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് നല്ലൊരു റൈസാണ് ഉണ്ടാക്കുന്നത്, തേങ്ങാച്ചോറ്. തേങ്ങാച്ചോറ് പല നാട്ടിലും പല സ്റ്റൈലിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം എടുത്തിട്ടുണ്ട്. 2-3 ഏലക്ക, 4 ഗ്രാമ്പൂ, പട്ട എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പട്ട ഉണ്ടെങ്കിൽ പട്ടയും കൂടി എടുക്കുക, ഒരു ചെറിയ പീസ് പട്ടയും കൂടി എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു സവാള കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് നമ്മൾ തേങ്ങാച്ചോറൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിലൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ എടുത്താൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ച് വെച്ചാൽ പെട്ടെന്ന് സവാളയൊക്കെ വഴന്ന് കിട്ടും. അപ്പോൾ സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും അതുപോലെ വലിയ ജീരകം, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ പട്ട ചേർക്കാൻ ഞങ്ങൾ മറന്നു പോയത് കേട്ടോ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കൂടി ചേർന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പുറത്ത് പോയി നോക്കിയപ്പോൾ ഉപ്പാപ്പയും മോനും കൊണ്ട് അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് നല്ല കാടും പടലൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ വേണ്ടാണ്ട് വളർന്നു വരുന്നൊരു മുരിക്കിൻ്റെ കൊമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുരിക്കിൻ്റെ കൊമ്പല്ല, മുരിക്കിൻ്റെ മരം. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആ കട്ടൊക്കെ സപ്പോർട്ടിന് നമ്മളെ റംബൂട്ടാനുണ്ട് കേട്ടോ ആ കൂടെ തന്നെ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിനാണ് കേട്ടോ വെള്ളം കളന്നെടുക്കൽ. അപ്പോൾ റൈസിന് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം അളന്നെടുത്തത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അരി ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് 2-3 വട്ടം ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരിയൊക്കെ കഴുകി വരുമ്പോഴത്തേനും നമ്മൾ വെള്ളമൊക്കെ നന്നായി വെട്ടിത്തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റൈസ് മഞ്ഞ കളറിലായിരിക്കും ഉണ്ടാവുക. ചില നാട്ടിലൊക്കെ ഇത് വൈറ്റ് കളറിൽ തന്നെ ഇടും. ചിലർ ഇതിൽ മഞ്ഞളൊന്നും യൂസ് ചെയ്യാതെ വൈറ്റ് കളറിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇത് അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കുന്നവരെ കാത്തു നിൽക്കാം. അപ്പോൾ ഇത് നമ്മളെ റൈസൊക്കെ നന്നായി വെട്ടിത്തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്ലെയിമൊക്കെ ഇപ്പം ആദ്യം ഫുൾ ഫ്ലെയിമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് ഇതൊന്ന് സാവകാശം വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വമ്പുട്ടന് സ്കൂളില്ലാത്ത ദിവസം കുറച്ച് താമസിച്ചിട്ടാണ് എണീക്കുക. പപ്പിച്ചു പിന്നെ മദ്രസയുള്ളതുകൊണ്ട് ഓന് നേരെ മദ്രസയിലേക്ക് പോകും രാവിലെ. അപ്പോൾ ഓനും പോയതിന് ശേഷം ഞാൻ പിന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ചോറും ഇതും കൂടെ ആയാൽ ഇന്നത്തെ പണികളൊക്കെ കഴിയും. അപ്പോൾ ഇതാ നമ്മളെ റൈസൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ വേവാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് നേരത്തെ വെള്ളം ഒഴിച്ചതിൽ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം കൂടെ ഇത് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പം ചോറൊക്കെ അവിടെ നിന്ന് വേകുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഞാനും വമ്പൂട്ടനും പോയി കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ ഇന്ന് കുറച്ച് താമസിച്ച് പോയി. അല്ലെങ്കിൽ ഉപ്പ രാവിലെ പോവും ഞങ്ങളെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് താമസിച്ചുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഉപ്പ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പ പോയിട്ട് ഇനി രാത്രി ആകുമ്പോഴേ ഞങ്ങളെ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ അച്ചാറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നാരങ്ങ അച്ചാറുണ്ടായിരുന്നു എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നെ.
അപ്പോൾ ആ ഒരു നാരങ്ങാച്ചാറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് ആ നാരങ്ങാച്ചാറും. അപ്പം പപ്പിച്ചും മമ്മൂട്ടനൊന്നും എത്തിയിട്ടില്ല. ഓരോ ഫുഡ് കഴിക്കാൻ വിളിച്ചത് ഇതുപോലെയാണ്, കുറേ പ്രാവശ്യം വിളിക്കണം എന്നാലേ വരുള്ളൂ. അപ്പോൾ എനിക്ക് നല്ലോണം വിശക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എൻ്റെ കൺട്രോളൊക്കെ പോയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ രണ്ടാൾ ഇതുപോലെയാണ്, കുറേ പ്രാവശ്യം വിളിക്കണം എന്നാലേ വരുള്ളൂ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.